അങ്ങനെ ഞാൻ എൻ്റെ മക്കളെ, എനിക്ക് അന്ന് അത്ര ഇതിനെ അറിയില്ല, ഞാൻ നിലവിളക്ക് കത്തിച്ച് വെച്ചാണ് എൻ്റെ മക്കളെ കൂടെ വിളിച്ചിരുത്തി ഞാൻ അത് ഗൂഗിളെടുത്ത്, ഞാൻ അപ്പോഴും ദേശദേവതയോട് ഞാൻ പ്രാർത്ഥിച്ച, അമ്മ എൻ്റെ വലക്കാവിലമ്മേ, ഞാനിത് മാതാവിൽ ഇത് ചെയ്യാൻ പോവാണ്, എനിക്കിത് അറിയത്തില്ല, എനിക്കിത് പറഞ്ഞു തരണേന്ന്. ഞാനത് സ്വയം ഗൂഗിളെടുത്ത് ഇങ്ങനെ കൃപാസനം അടിച്ചു കൊടുത്ത് അത് വന്നു. അങ്ങനെ ഞാൻ എൻ്റെ മാതാവെ, എന്നെ ഇറിഗേഷൻ്റെ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് അയച്ചു. ഞാൻ കരഞ്ഞൊത്തിരി പ്രാർത്ഥിച്ചു. ആ ഒരു ഉച്ച സമയത്ത് ഞാനൊന്ന് മയങ്ങുന്ന സമയം ആരോ എൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, എന്നെ തട്ടിയിട്ട്, നീ നാളെ വീണ്ടും പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ പോയൊന്ന് കാണണമെന്ന്. പെട്ടെന്ന് ഞാൻ ചാടി എണ്ണിച്ചു ഞാൻ എളുപ്പം ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു, നാളെ അവധി എടുക്കണം, നാളെ നമുക്ക് പഞ്ചായത്തിലൊന്ന് പോകണം. അപ്പോൾ പറഞ്ഞു, എന്തിനാ, പ്രസിഡൻ്റൊക്കെ ഒത്തിരി നോക്കിയതല്ലേ. ഞാൻ പറഞ്ഞു, അല്ല, നാളെ പോകണം, എന്നോടൊരാൾ പറഞ്ഞു പോകണം എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം പുള്ളി അവധിയെടുത്തു. ഞങ്ങൾ രണ്ടുകൂടെ പ്രസിഡൻറ്റിനെ പോയി കണ്ടു. പ്രസിഡൻറ്റ് അപ്പോൾ തന്നെ ഫോണിലാരെയോ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വന്ന് അതൊന്ന് അളന്ന് നോക്കണം, അളന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് മാറാൻ പറ്റും. അപ്പോൾ പ്രസിഡൻറ്റ് പറഞ്ഞു, അളന്നോ, അത് നിങ്ങളുടെ വസ്തുവിലുണ്ടെങ്കിൽ അവർക്ക് സാവകാശം കൊടുക്കണം എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ സാവകാശം തന്നാലും ഞങ്ങൾക്ക് ആ ടാങ്ക് മാറ്റാൻ ഞങ്ങൾക്ക് വേറെ സ്ഥലമില്ല. ആകെപ്പാട് 4 സെൻറ്റ് സ്ഥലമാണ്, അതിനകത്ത് വീടും പിന്നെ ഇത് കിണറും എല്ലാം നിൽക്കുന്നത്. ഞങ്ങൾക്ക് വേറെ സ്ഥലം അത് മാറ്റിയിടാനില്ല. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ പിറ്റേ ദിവസം അവർ അളക്കാൻ വരുമെന്ന് പറഞ്ഞു. അവർ പിറ്റേ ദിവസം അളക്കാൻ വന്നു. അവർ ജോലിക്കാരെയും കൊണ്ട് അവർ വന്നത്. പക്ഷേ ഞാൻ അവിടെ നിന്ന് അമ്മ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവേ, അവരളക്കുക, കനാലിൻ്റെ കല്ലുണ്ട്, ആ കല്ല് അവരുടെ വസ്തുവിലാണെങ്കിൽ എനിക്കത് മാറ്റിയിടാൻ എനിക്ക് വേറെ സ്ഥലമില്ല, 4 സെൻറ്റ് സ്ഥലമേ എനിക്കുള്ളൂ എന്ന് പറഞ്ഞു. അവർ മാറിയും കയറി അവരളന്നു. അവരുടെ വസ്തുവും ആ ടാങ്കും തമ്മിൽ ഇങ്ങനെ തള്ളി മാറ്റി പിടിച്ചിരിക്കുന്ന പോലെ എൻ്റെ ടാങ്ക് അവിടെ നിന്നിരുന്നത്. എനിക്കത് ഉറപ്പുണ്ട്, എൻ്റെ മാതാവ് അവിടെ എന്നെ രക്ഷിച്ചതാണെന്ന്. ഞാൻ അതുവരെ എൻ്റെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇങ്ങനെ ഉടമ്പടി ലൈറ്റയ്ക്കാനൊക്കെ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ടെന്ന്. ഈ കാര്യം സാധിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് അവരൊത്തിരി അളന്നപ്പോൾ അവർക്ക് ബോധ്യമായി ഞങ്ങളുടെ വസ്തുവിൽ തന്നെ ആ ടാങ്ക് കിടക്കുന്നത്. ഇങ്ങനെ മുട്ടി ഇല്ല എന്നുള്ള രീതി, ഇങ്ങനെ തള്ളിപ്പിടിച്ചിരിക്കുന്ന രീതിയിലാണ് അത് കിടന്നിരുന്നത്. അങ്ങനെ അവർ പോയതിന് ശേഷം ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഞാനും മക്കളും ഇങ്ങനെ നിലവിളക്ക് കത്തിച്ച് ഇങ്ങനെ ഒരു ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഭർത്താവിന് അതുവരെ വിശ്വാസമല്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അവിടെ പോകണം, അവിടെ പോയി തീർത്ഥാടന ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ 17/9/2024 ഞാനിവിടെ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഈ തീർത്ഥാടക ഉടമ്പടി എടുക്കാൻ വരാനിരുന്നതിൻ്റെ അന്നാണ് ഞാൻ അറിയുന്നത്, എൻ്റെ ഭർത്താവിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്, പുള്ളിക്കിങ്ങനെ ക്യാൻസറാ എന്നുള്ളത് അറിയുന്നത്.